ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുകന്യ വീട്ടിലേക്ക് കാലെടുത്ത് വെച്ചു. നിലവിളക്കൊക്കെ കൊണ്ട് ഭഗവാന്റെ പൂജാമുറിയിലേക്ക് കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, മോളെ നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ. അങ്ങനെ ആ കുട്ടി പ്രാർത്ഥിച്ചൊക്കെ തിരിയുമ്പോൾ ആ കൈ പിടിച്ചിട്ട് അമ്മ പറയാണ്, മോളെ നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. കാരണം എൻ്റെ ധർമ്മനെ ആ ഒരു സമയത്ത് നീ ഓടി വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇതൊക്കെ നടന്നത്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള കാലം രണ്ടുപേരും നല്ല സ്വസ്ഥമായിട്ടും നന്നായിട്ടും നിങ്ങൾ ജീവിച്ച് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് മുന്നോട്ട് പോകണം. അത് കണ്ട് നിങ്ങൾ സന്തോഷത്തോടെ നമുക്കും ജീവിക്കണം. ഓ അമ്മേ, ഇനി ഇവിടുന്ന് അങ്ങോട്ട് അവർക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് നമ്മുടെ ആനന്ദം പറഞ്ഞ് അങ്ങ് പൊട്ടിച്ചിരിക്കാട്ടോ. അപ്പോൾ അവൾ ആ പെങ്കൊച്ചും ചിരിക്കുന്നുണ്ടെങ്കിലും പാവം ധർമ്മൻ്റെ മനസ്സിൽ ഒരല്പം പോലും സന്തോഷമില്ല കേട്ടോ. തൊട്ടപ്പുറത്ത് അതേപോലെ തന്നെ നമ്മുടെ ഗോമതിയും ആകാശും എല്ലാവരും വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ ബാലൻ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങളുടെയൊക്കെ ഒരു ഉദ്ദേശം? അച്ഛാ, അവരെന്തൊക്കെയാണ് നമ്മളെക്കുറിച്ച് വിളിച്ച് പറഞ്ഞാൽ കൃഷ്ണമംഗലത്തുകാർ? അവരുടെ അപമാനമൊന്നും സഹിച്ച് നമുക്കിവിടെ നിൽക്കാനൊന്നും പറ്റത്തില്ല എന്നിങ്ങനെ ആകാശ് പറയണം. ബാലൻ പറയുന്നുണ്ട്, സഹിക്കേ പറ്റുള്ളൂ, നമ്മുടെ ധർമ്മന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇപ്പോൾ അവരെന്ത് പറഞ്ഞാലും മരത്തൊരക്ഷരം സംസാരിക്കാതെ മിണ്ടാതെ നിന്നോളണം. പറഞ്ഞു മനസ്സിലായോ? എൻ്റെ മക്കളിൽ ഒരാൾ പോലും മറുപടി പറയാൻ പോയേക്കരുത്. ബാലേട്ടനെ ജയിച്ചൊന്ന് ഇപ്പോൾ അവർ അഹങ്കരിക്കുന്നുണ്ടാവും. പക്ഷേ അവരുടെ എല്ലാ വിജയവും ഒരു 8 നിമിഷം കൊണ്ട് അവസാനിപ്പിക്കാൻ എനിക്കറിയാം എന്ന് ഗോമതി പറയാണ് കേട്ടോ. എന്നിട്ടും തീരെ ഗതികെട്ടാൽ ചിലപ്പോൾ എനിക്ക് എല്ലാം പറയേണ്ടി വരും. അതോടുകൂടിയും അവരുടെ ചാട്ടവും അഹങ്കാരവും ഒക്കെ തീർന്നോളും. പിന്നെ ഞാൻ എൻ്റെ അമ്മയോർത്ത് മാത്രമാണ് എല്ലാം സഹിക്കുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ ദേഷ്യം പിടിച്ച് പറയുമ്പോൾ ബാലൻ പെട്ടെന്ന് മക്കളെയൊക്കെ നോക്കിയിട്ട്, കാരണം അവർക്ക് ദേഷ്യം കൂടുമല്ലോ. ഗോമതി, എരുതിയിൽ എണ്ണ ഒഴിക്കരുത് കേട്ടോ. പിന്നെ കൃഷ്ണമംഗലത്തുകാരുടെ സ്വഭാവം എന്തൊക്കെ തന്നെയായാലും ധർമ്മൻ്റെ വിവാഹം മുടങ്ങി ഇനി എന്ത് ചെയ്യും എന്ന് നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ അവരാണ് ഒരു പെണ്ണിനെ കൊണ്ടുവന്നത്. കൃഷ്ണമംഗലത്തുകാരെ മാത്രം വിശ്വസിച്ചിട്ടാണ് ആ സുകന്യ ഈ വിവാഹത്തിൽ പങ്കെടുത്തിരിക്കുന്നത്, ഈ വിവാഹം നടത്താൻ സമ്മതിച്ചിരിക്കുന്നത്. പിന്നെ അവർ നമ്മളോട് ഇത്ര കാലം എന്താണ് ചെയ്തത്? അതല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ഇന്ന് അവർ മുഖേനയാണ് ധർമ്മന് ഒരു വിവാഹം കിട്ടിയത്. അത് നമ്മൾ അംഗീകരിച്ച് കൊടുത്തേ പറ്റുള്ളൂ. പക്ഷെ അതൊക്കെ ശരിയായിരിക്കും വെച്ചാൽ എന്ന് പറഞ്ഞാൽ അവരുടെ ഈ അഹങ്കാരം അങ്ങ് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമോ എന്ന് ആര്യൻ? സമ്മതിച്ച് കൊടുക്കണോടാ, കൊടുത്തേ പറ്റൂ. കാരണം നമ്മൾ തോറ്റുപോയവരിങ്ങനെ പല അപമാനങ്ങളും സഹിക്കണം. ധർമ്മന് വേണ്ടി നമ്മൾ പലതും സഹിക്കുകയും ക്ഷമിക്കുകയും ഒക്കെ വേണം. അപ്പോൾ ഗോമതി അടുത്ത് നിന്നിട്ട്, ബാലേട്ടാ അത് ഞാൻ നിർത്ത്. പിന്നെ രാമേട്ടൻ എന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം മണ്ഡപത്തിൽ വെച്ച് തന്നെ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞു. പിന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞിരുന്നു, ഇതിൻ്റെ പേരിൽ നമ്മൾ ആരും ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ പാടില്ലെന്ന്. അത് നിങ്ങൾ അനുസരിക്കണം. എൻ്റെ മക്കളത് അനുസരിച്ചേ പറ്റൂ, അനുസരിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. എൻ്റെ ധർമ്മൻ സ്വസ്ഥമായിട്ട് ജീവിക്കണം, അത്രയേ ഉള്ളൂ എനിക്ക് ആഗ്രഹം എന്ന് ബാലൻ പറഞ്ഞിട്ട് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി പോവാണ് കേട്ടോ. അങ്ങനെ മക്കളൊക്കെ അങ്ങോട്ട് പോകുമ്പോൾ പക്ഷെ ഗോമതിക്ക് അറിയാം ബാലൻ്റെ മനസ്സെന്താന്ന്. അതുകൊണ്ട് തന്നെ നേരെ ബാലൻ്റെ പുറകിലേക്ക് ചെല്ലാട്ടോ. ബാലൻ അവിടെ ചെന്ന് ഒറ്റയ്ക്ക് നിന്നിട്ട് ഓർത്തെടുക്കാണ്ട് വീണ്ടും ആ പഴയ മണ്ഡപത്തിൽ നടന്ന സംഭവങ്ങൾ. എന്നിട്ട് സങ്കടം സഹിക്കാൻ വയ്യാണ്ട് നിൽക്കുന്ന സമയത്ത് ഗോമതി അങ്ങോട്ട് വരുവാണ് കേട്ടോ. ബാലേട്ടാന്ന് വിളിക്കുകയാണ്. അപ്പോഴാണ് ബാലൻ പറയുന്നുണ്ട്, ഗോമതി, നമ്മൾ എന്തെല്ലാം സ്വപ്നങ്ങളാണ് കണ്ടത്. നിലവിളക്ക് നൽകി സുകന്യ ഈ വീട്ടിലേക്ക് ആനയിക്കേണ്ടത് നിൻ്റെ അവകാശമായിരുന്നില്ലേ? നമ്മുടെ അനുഗ്രഹം വാങ്ങി ഒരു ജീവിതം തുടങ്ങേണ്ടവരായിരുന്നില്ലേ അവൾ? പിന്നെ ധർമ്മനെയും അവൻ്റെ പെണ്ണിനെയും ഒക്കെ നമ്മുടെ കൂടെ ചേർത്ത് നിർത്തേണ്ടത് നമ്മൾ തന്നെയായിരുന്നില്ലേ? അങ്ങനെ എന്തൊക്കെ ആഗ്രഹങ്ങളായിരുന്നു നമുക്ക്, എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു. നമ്മൾ സ്വപ്നം കണ്ടതൊക്കെ പാഴായി പോയില്ലേ എന്നും പറഞ്ഞു തീരുന്നില്ല. അതിനു മുമ്പേ ബാലൻ അങ്ങ് പൊട്ടിക്കരയണം. അങ്ങേ ദൈവമേന്ന് വിളിച്ചിട്ട് അങ്ങ് പൊട്ടിക്കരയണം കേട്ടോ. ബാലൻ അങ്ങ് പിടിച്ചിട്ട് നിൽക്കണില്ല. ഇത്ര നേരം അടക്കി വെച്ചിരുന്ന ആ സങ്കടം പൊട്ടി കരയാണ്. അവസാനം ഗോമതി ഒന്ന് ആ വാ പൊത്തിയിട്ട് പറയേണ്ടത്, കരയരുത്, ഇവിടെ വെച്ച് കരയരുത്. നമ്മളെ മക്കളാരെങ്കിലും കണ്ടാൽ പിന്നെ അവർക്കത് സഹിക്കാനാവില്ല ബാലേട്ടാ. പിന്നെ ബാലൻ വാ പൊത്തി വെച്ച് ഒരുപാട് കരയാണ് കേട്ടോ, പൊട്ടി. അങ്ങനെ ഗോമതി ആ തല പിടിച്ച് തൻ്റെ ദേഹത്തോട് ചേർത്ത് വെച്ചിട്ടൊന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട്. അത്രമാത്രം ബാലൻ ആ മണ്ഡപത്തിൽ നടന്ന സംഭവം മുതൽ ഇവിടെ വരെ എല്ലാം മനസ്സിലടക്കി പിടിച്ചിരുന്നതെല്ലാം അവിടെ പെയ്തൊഴിയാണ് കേട്ടോ. അത് കഴിഞ്ഞ് കൃഷ്ണമംഗലത്ത് എല്ലാ സഹോദരങ്ങളും എല്ലാവരും കൂടെ ടെറസിൻ്റെ മുകളിൽ നിൽക്കുകയാണ് സംസാരിച്ചുകൊണ്ട്. കാരണം ധർമ്മൻ അവിടെ പോയി ഒറ്റയ്ക്ക് നിൽക്കുന്ന കാരണം ആനന്ദിനും അച്യുതനും ആലോകം കൂടെ അങ്ങോട്ട് ചെന്നിട്ടുണ്ട്. എന്നിട്ട് പറയണ്ടേ, എന്താടാ ധർമ്മ, നിൻ്റെ മുഖമൊക്കെ ഇങ്ങനെ വല്ലാണ്ട് മ്ലാനത പറ്റിയിരിക്കുന്നത്? നിൻ്റെ വിവാഹമല്ലേ ഇന്ന് കഴിഞ്ഞത്, സന്തോഷത്തോടെ ഇരിക്കണ്ടേ? എന്നിട്ട് അവിടെ നിൻ്റെ അളിയനെന്ന് പറഞ്ഞ് ഒരുത്തൻ അവിടെ നിനക്ക് എന്തൊക്കെ ചെയ്തത്? നിന്നെ കൊണ്ടുപോയി നശിപ്പിക്കാൻ ചെയ്ത ജീവിതം നമ്മളെല്ലാവരും കൂടെ തിരിച്ചു പിടിക്കാൻ വേണ്ടി തന്നില്ലേ? എല്ലാം തീർന്നു എന്ന് വിചാരിച്ചിരുന്ന ആ സ്ഥലത്തുന്ന എല്ലാം തീർന്നു എന്ന് നമ്മൾ വിചാരിച്ചു. അവിടെ നിന്നും കൊണ്ട് ഒരു എടുപ്പങ്ങോട്ട് എടുത്തതാ എന്ന് അലോക്. അച്ഛനെയും വലിയച്ഛനെയൊക്കെ ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു എന്ന് അലോക് അവിടെ നിന്നുകൊണ്ട് പറയാം. എന്നിട്ട് വീണ്ടും പറയണേ, എടാ നീ വിഷമിക്കാതെ ഇരിക്കടാ, നീ എന്തിനാ സങ്കടപ്പെടുന്നത്?
നിശ്ചയിച്ച കല്യാണം നടക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നിനക്ക് ഇത്ര വിഷമം, അതോ നാട്ടുകാർ അതും ഇതും പറയുമെന്ന് പേടിച്ചിട്ടാണോ? എന്നിട്ട് കൃഷ്ണമംഗലത്തുകാർ നടത്തിയ ഈ ഒരു കല്യാണത്തെക്കുറിച്ച് ഏത് നാട്ടുകാർക്കായി ഏട്ടാ കുറ്റം പറയാൻ പറ്റുന്നത്? ഓ, അപ്പോൾ ഡയലോഗ് പറയാം, കൊച്ചച്ഛനെ ആരെങ്കിലും കളിയാക്കിയാൽ അവരുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. കൊള്ളാം. എടാ, അങ്ങനെ ആരും കളിയാക്കില്ല എന്ന് അച്യുതൻ. നമ്മളെ ആക്ഷേപിക്കാനേ ഭൂമിയിൽ ഒരൊറ്റ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, ആ ഗോമതി സ്റ്റോർ ബാലൻ. അവൻ്റെ പത്തി ഇന്നത്തോടെ താന്നും പോയി. അപ്പോൾ അനന്തം പറയണ്ട, അച്യുതാ എനിക്ക് തോന്നുന്നതേ ബാലൻ എല്ലാവരെയും കൂട്ടി ഇവിടുന്ന് ദൂരെ എങ്ങോട്ടെങ്കിലും പോകുന്ന മിക്കവാറും കെട്ടി നാണക്കേട് കാരണം എവിടെയെങ്കിലും പോവും. ഇന്നുണ്ടായ ക്ഷീണത്തിന്നേ അവന് എളുപ്പത്തിലൊന്നും കരകയറാൻ പറ്റത്തില്ല എന്ന് ആനന്ദൻ. അപ്പോൾ ഉടനെ അച്യുതൻ പറയാം, അല്ലെങ്കിൽ നാട്ടുകാരുടെ മുന്നിൽ അവൻ വെറും ഒരു വട്ടപൂജ്യമായി. ഗോമതി സ്റ്റോറിലെ കച്ചവടം വരെ ഇനി അങ്ങ് വീണു പോവില്ലേ? അപ്പോൾ എന്നിട്ടും എല്ലാവരും കൂടെ അങ്ങ് ചിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് വീണ്ടും അനന്തം പറയണം, അളിയനെ തെളിച്ചവൻ്റെ കടയിൽ നിന്ന് അരിയും സാധനവും ഒന്നും വാങ്ങണ്ടെന്ന് നാട്ടുകാരങ്ങ് തീരുമാനിക്കും. ഇങ്ങ് പറഞ്ഞ് എല്ലാവരും കൂടെ അങ്ങ് ചിരിച്ച് രസിക്കുക കേട്ടോ. അവസാനം ധർമ്മം തിരിഞ്ഞു നിന്നും കൊണ്ട് പറയുന്നുണ്ട്, ഇതിൽ അളിയനെ ഒന്നും കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. അയ്യോ അമ്പോ, കണ്ടോ ഏട്ടാ, ശങ്കരൻ വീണ്ടും തെങ്ങുമേൽ തന്നെ. ഇത്രയൊക്കെ ചെയ്ത് നമ്മൾ പൊന്നെ പോറ്റേന്ന് പറഞ്ഞ് നമ്മളിവനെ രക്ഷപ്പെടുത്താൻ നോക്കുമ്പോഴേ അവൻ്റെ കൂറ് ഇപ്പോഴും അപ്പുറത്ത് തന്നെയാണ് കേട്ടോ എന്ന് അച്യുതൻ പറയണം. അപ്പോൾ അനന്തൻ അവിടുന്ന് പതിയെ എണീറ്റ് വന്ന് ഇങ്ങോട്ട് വന്ന് നിന്നിട്ട് നമ്മൾ പറയണ്ടേ, എടാ ധർമ്മ, നീ ഇനി ഇവിടുത്തെ ആളാണ്, നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. സത്യം പറഞ്ഞാൽ ഞാനൊരു വിഭ്രാന്തിയിലാണ് ഏട്ടാ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ പറയുന്നതിന് പോലും ഒരു വ്യക്തത കിട്ടുന്നില്ല. ഏട്ടാ, ഞാൻ നിങ്ങളോടൊക്കെ ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താടാ? പൂർണ്ണ സമ്മതത്തോടെയാണോ സുകന്യ എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി സമ്മതിച്ചത്? അപ്പോൾ പെട്ടെന്ന് അനന്തൻ്റെ മുഖം ഒന്ന് ചിരിക്കുകയാണ് കേട്ടോ. വെറുതെ അവൻ്റെ ജീവിതവും കൂടെ നമ്മൾ എന്തിനാ ഇല്ലാതാക്കുന്നത്? അതാണോ ചെയ്തത്? എടാ, നീ ഇപ്പം അതൊന്നും ചിന്തിക്കണ്ട. ഞങ്ങൾക്ക് നിൻ്റെ ജീവിതമാണ് വലുത്. അതില്ലാതാക്കാൻ ഇനിയിപ്പോൾ ഏത് ബാലം വിചാരിച്ചാലും ഞങ്ങൾ സമ്മതിക്കത്തില്ലടാ. പിന്നെ നിനക്ക് വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ അലോക് പറയാം, കൊച്ചച്ഛൻ്റെ എന്താവശ്യത്തിനും ഞങ്ങൾ കൂടെയുണ്ട്. അപ്പോൾ അച്യുതൻ, എടാ ഇപ്പോൾ നിൻ്റെ വിവാഹമൊക്കെ ഞങ്ങൾ നടത്തി, ഇനി ഞങ്ങളുടെ കമ്പനി നല്ല ഒരു ജോലിയും തരും. എന്നിട്ട് ഈ കുടുംബത്തിൽ എല്ലാവരും സന്തോഷത്തോടെ അങ്ങ് ജീവിക്കും. അപ്പോൾ ധർമ്മം പറയുന്നുണ്ട്, എനിക്ക് സന്തോഷം തന്നെയാണ്, പക്ഷേ എനിക്ക് ജോലിയോ കാറോ വീടോ ഒന്നുമല്ല ആവശ്യം, സമാധാനമാണ് എനിക്ക് ആവശ്യം. പക്ഷേ അതിപ്പോൾ എനിക്ക് കൈവിട്ട് പോവുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നും പറഞ്ഞു ധർമ്മൻ അവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ അനന്തനൊരു കള്ള ലക്ഷണമുണ്ട് കേട്ടോ മുഖത്ത്, ഒരു വല്ലാത്ത ഒരു ടെൻഷനും ഉണ്ട്. എന്തൊക്കെയോ ധർമ്മനെ കൊണ്ട് സാധിച്ചെടുക്കാനുള്ള കാര്യങ്ങളാണ് നടന്നത്. അതെല്ലാം കഴിഞ്ഞ് അകത്ത് നമ്മുടെ സുകന്യ എല്ലാവരോടും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നിടത്ത് അപ്പോൾ അമ്മ വന്ന് വിളിച്ചിട്ട്, ഓ മോളെ, നിനക്ക് ക്ഷീണമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീകല പറയുന്നുണ്ട്, ഓ കല്യാണം കൂടാൻ വന്നിട്ട് കല്യാണ പെണ്ണായി ആവേണ്ട ഒരു ഗതി വന്നില്ലേ, അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ ഒരു വല്ലാത്ത അമ്പരപ്പിൽ അങ്ങ് നിൽക്കുന്നത്. സാരമില്ല. അപ്പം പക്ഷെ ആ കൊച്ചിനാണെങ്കിൽ ഒരു കൂസലും ഇല്ല കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നമ്മളോടുള്ളൊരു കടപ്പാടും ഉണ്ടല്ലോ, അതൊക്കെ ആയിരിക്കും. അപ്പോൾ ആ കുട്ടി പറയുന്നത്, ഇനിയിപ്പോൾ ഞാനെന്ത് പറയാനാ, അപ്പം എനിക്ക് ഒന്ന് വിശ്രമിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അപ്പം നന്ദിത പറയുന്നുണ്ട്, അത് ശരിയാ, ഈ തിരക്കിൻ്റെ ഇടയിൽ അത് പറയാൻ വിട്ടുപോയി. രാജശ്രീ, നീ ഒരു കാര്യം ചെയ്യും, സുകന്യെ കൊണ്ട് റൂമിലാക്ക്, അവിടെ പോയി ആ കുട്ടി വിശ്രമിക്കട്ടെ. അങ്ങനെ രാജശ്രീ വലിയ കാര്യത്തിലും ആ കുട്ടിയെ വിളിച്ചും കൊണ്ട് നേരെ ബെഡ്റൂമിലേക്ക് വരുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, സുകന്യെ, ഇത് കണ്ടോ, ഇതാണ് നിൻ്റെ റൂം കേട്ടോ, ഇതല്ല റൂം, പക്ഷേ ഇപ്പം നീ ഇവിടെ തന്നെ ഇരുന്നോ, ഇവിടെ ഗസ്റ്റുകളൊക്കെ ഇനി വരുമല്ലോ, ആ സമയത്ത് വരണമല്ലോ അങ്ങോട്ട്, അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ നിന്ന് റെസ്റ്റ് എടുത്തോ എന്ന് പറയാം. ഗസ്റ്റുകളോ? ഇനി ഒരു ഗസ്റ്റ് ഇങ്ങോട്ട് വരണ്ടാന്ന് ആ കുട്ടി പറയാം. അതെന്താ? ഇല്ല, വരുവാണെങ്കിൽ ഞാൻ ഉറങ്ങണമെന്ന് പറഞ്ഞാൽ മതി. അല്ല മോളെ, അത് അങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതി, എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല എന്ന് ആ കുട്ടി പറയാം. അപ്പോൾ ഉടനെ രാജശ്രീ ചോദിക്കുന്നുണ്ട്, സുകന്യയുടെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എനിക്ക് വിഷമോ? എനിക്കൊരു വിഷമവും ഇല്ല. അല്ല അച്ചുവേട്ടൻ്റെ വാക്ക് കേട്ടിട്ടാണോ സുകന്യ ഇങ്ങനെ ഒരു വിവാഹത്തിന് ഒരുങ്ങിയത്? അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. അതെ, സിക്ക് തണുപ്പ് കുറവാണോ? എന്താ മോളെ? അല്ല, സി പഴയതാണോ? തണുപ്പ് വരുന്നില്ലേ? എന്നാൽ പിന്നെ നമുക്കതൊന്ന് ശരിയാക്കി എടുക്കാം എന്ന് രാജശ്രീ. മോളെ ധർമ്മനെ ആളൊരു ശുദ്ധനാ. ശുദ്ധനായാലും ദുഷ്ടനായാലും താലികെട്ട് കഴിഞ്ഞില്ലേ? അതല്ല മോളെ, അവൻ മോളെ പൊന്നുപോലെ നോക്കും. പൊന്നുപോലെ നോക്കുമെന്ന് വെച്ചാൽ കൊണ്ടുപോയി ലോക്കറി വെക്കുന്നതാണോ അതോ പണയം വെക്കുന്നതാണോ? എടി, അതെ, പഴയ കുസൃതിയൊന്നും നിനക്ക് മാറിയിട്ടില്ലല്ലേ? അങ്ങോട്ട് എന്ത് പറഞ്ഞാലും ഇങ്ങോട്ടൊരു കളി പറച്ചിൽ. അപ്പോൾ ആ കുട്ടി വീണ്ടും ചോദിക്കുക, ഏട്ടത്തിക്ക് ഇപ്പോഴും കളിയും കാര്യവും തിരിച്ചറിഞ്ഞൂടെ അല്ലേ? പോട്ടെ വിഷമിക്കണ്ട, ഞാൻ കളി തന്നെയാണ് പറഞ്ഞത് എന്ന് ആ കൊച്ചു പറയാട്ടോ. ഒരു രീതിയിലും നമ്മുടെ ധർമ്മനുമായിട്ട് യോജിച്ച് പോകുന്ന തരത്തിലുള്ള സ്വഭാവമേ അല്ല അതിന്. അതെല്ലാം കഴിഞ്ഞ് ഇപ്പുറത്ത് വീണ്ടും നമ്മളെ ദേവമംഗലത്ത് ഗോമതി കിടന്ന് ഭയങ്കര കരച്ചില്ല, തളർന്നിങ്ങനെ കിടക്കുന്നുണ്ട്. മീനാക്ഷിയും പിന്നെ അനുമോളും മിത്രയും എല്ലാവരും കൂടെ അടുത്ത് വന്ന് നിന്നിട്ട്
അമ്മയെ എണീപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് പോയേ, എന്നെ ഒന്ന് ഒറ്റയ്ക്ക് വിട്, ഞാനിവിടെ ഇരിക്കട്ടെ. അതൊന്നും പറ്റത്തില്ല, അമ്മ ഒന്ന് എഴുന്നേക്കെന്ന് പറഞ്ഞിട്ട് അമ്മയെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പക്ഷേ ഗോമതി പറയുന്നുണ്ട്, മണ്ഡപത്തിൽ നടന്ന കാര്യങ്ങൾ ഓർത്ത് സങ്കടപ്പെടുമ്പോൾ മീനാക്ഷി പറയാം, അമ്മേ അതൊന്നും ഈ പറഞ്ഞിട്ട് കാര്യമില്ല, പഴയത് കഴിഞ്ഞത് കഴിഞ്ഞു പോയി. എന്തായാലും മാമൻ്റെ കല്യാണം കഴിഞ്ഞല്ലോ, അത്രയും സമാധാനിക്കാം. പിന്നെ ഇതിൽ ഒരു ചതി നടന്നിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണ്. അത് ശരിയാണ്. എനിക്ക് തോന്നുന്നു ഈ കൃഷ്ണമംഗലത്തുകാർ തന്നെ നമ്മൾ ചതിച്ചു എന്നാണ് തോന്നുന്നത്. ആ പെണ്ണിനെയും ആ കൊച്ചിനെയും കൊണ്ടുവന്നത് അവരാണെങ്കിലോ. ഉടനെ അനുവിന് ദേഷ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അനു പറയുന്നുണ്ട്, ഏയ് അങ്ങനെയൊന്നും ആവാൻ വഴിയില്ല, അവരങ്ങനെ ചതിക്കത്തൊന്നുമില്ല. അപ്പോൾ ഗോമതി ചോദിക്കുന്നു, എന്താടി നിനക്ക് കൃഷ്ണമംഗലത്തുകാരോട് ഇത്ര പെട്ടെന്നൊരു കൂറ് വരാൻ? അങ്ങനെയല്ല, അവർ കാരണമല്ലേ ഇപ്പം മാമൻ്റെ കല്യാണമൊക്കെ നടന്നത്. അതൊക്കെ ശരി തന്നെയായിരിക്കും, പക്ഷെ നമ്മുടെ മിത്ര പോലീസ് ബുദ്ധിക്കാരിയാണല്ലോ. അപ്പോൾ മിത്ര പറയുന്നുണ്ട്, നിങ്ങൾ ആരും വിശ്വസിച്ചില്ലെങ്കിലും എൻ്റെ ചെറിയച്ഛനെയും അച്ഛനെയും ഞാൻ മനസ്സിലാക്കിയതുപോലെ ആരും മനസ്സിലാക്കിയിട്ടില്ല. അവരുടെ കൈ എന്തായാലും ഇതിലുണ്ടാവും ഈ ഒരു ചതിയിൽ. ഓ ചേച്ചി ഒന്നും മിണ്ടാതിരിക്കുക, അങ്ങനെയൊന്നുമില്ല എന്ന് വീണ്ടും അനുമോള് തട്ടിക്കയറുക കേട്ടോ. ആ ലോകിലേക്ക് അന്വേഷണമൊക്കെ പോയാലേ പ്രശ്നമാവില്ലേ, അതുകൊണ്ടാണ്. അപ്പം എന്തൊക്കെ തന്നെ ആയാലും മിത്ര വിടുന്നില്ല. മിത്ര പറയാനുണ്ട്, ഇതിനൊരു അന്വേഷണം വേണം. ഞാൻ എന്തായാലും എൻ്റെ പോലീസ് ബുദ്ധിയിൽ ഞാനത് അന്വേഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന്. അതും ശരിയാണ്, നമുക്കൊന്ന് അന്വേഷിക്കാം. അത് എങ്ങനെ തുടങ്ങും? അപ്പോൾ ആ പെണ്ണ് വന്നു കയറി, ആ പെണ്ണും ആ പെണ്ണിൻ്റെ കൊച്ചും അതിനെക്കുറിച്ച് നമ്മളൊരു അന്വേഷണം അന്വേഷിക്കുക. അവിടെ നിന്ന് ആകുമ്പോഴത്തേക്കും എല്ലാം കിട്ടിക്കോളും, ഇതിലെന്താ ചതി, ആരാ ഇതിൻ്റെ പുറകിലെന്ന്. അപ്പോൾ മീനാക്ഷിയും പറയുന്നുണ്ട്, ശരി അങ്ങനെയാണെങ്കിൽ മിത്രയ്ക്ക് സപ്പോർട്ടായിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് തന്നെ ഉണ്ടാവും. അപ്പോൾ ഗോമതി പറയാം, അതെ, ആണുങ്ങൾ വിചാരിച്ചാൽ മാത്രമല്ലല്ലോ സത്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുക, വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾ വിചാരിച്ചാലും കണ്ടുപിടിക്കാൻ പറ്റും, നമുക്ക് കാണിച്ചു കൊടുക്കണം എന്നവർ പ്രതിജ്ഞ എടുക്കുന്നുണ്ട്. പക്ഷേ ദേവിയെടുത്തി കൂടെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്തോരം സന്തോഷമായേനും. പക്ഷേ ദേവി എന്തായാലും അവളുടെ അമ്മയെ നോക്കാനായിട്ട് അങ്ങ് പോയില്ലേ, ഇനിയിപ്പോൾ അവളെ ബുദ്ധിമുട്ടിക്കണ്ട. അങ്ങനെ മിത്ര അങ്ങോട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ, ഇത് അന്വേഷിക്കണം, കണ്ടുപിടിക്കണം, ഏത് വഴി കൂടെ തുടങ്ങണം എന്നൊക്കെ. അതുപോലെ കൃഷ്ണമംഗലത്ത് രാത്രിയുള്ള ഫ്രൂട്ട്സും പാലും ഒക്കെ റെഡിയായിക്കൊണ്ട് നിൽക്കുകയാണ് നന്ദിത. അപ്പോൾ അമ്മ അങ്ങോട്ട് വന്നിട്ട് സുകന്യയെക്കുറിച്ച് പറയാം. എന്തായാലും ഈശ്വരൻ നമുക്കൊരു ഭാഗ്യം കൊണ്ട് തന്നത് ആ സമയത്ത്. പക്ഷേ സുകന്യക്ക് ഇങ്ങനെ ഒരു കാര്യത്തിൽ തയ്യാറാവാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് അങ്ങനെ ഒരു താല്പര്യം വന്നില്ലേ, അതിൽ നമ്മുടെ നന്ദിതയ്ക്ക് നല്ല സംശയമുണ്ട്. അപ്പം നന്ദിത അത് അമ്മയോട് പറയുന്നുണ്ട്, അമ്മേ ആ സമയത്ത് പെട്ടെന്ന് അവൾ വരാനും സമ്മതിക്കാനും ഇതിൽ എന്തോ ഒരു ഇത് തോന്നുന്നില്ലേ? അങ്ങനെയൊന്നും നീ വിചാരിക്കണ്ട, പക്ഷേ ഇത് ഭഗവാൻ കൊണ്ട് തന്നതാണ് അമ്മ പറയാൻ. അതൊക്കെ ശരിയാ. ഇതിപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ അമ്മേ, ഭഗവാനോട് നന്ദി പറയണം, പിന്നെ സുകന്യയുടെ അച്ഛനും അമ്മയോടും ഒക്കെ നന്ദി പറയണം. എന്നാലും എനിക്കൊരു സംശയം, ആ ഒരു സമയത്ത് കൃത്യമായിട്ട് ആ കുട്ടി എങ്ങനെ അവിടെ വന്നു? അതാണ് എനിക്ക് സംശയം. അപ്പോൾ അമ്മയ്ക്കും അതൊരു സംശയമായി നിൽക്കുകയാണ് കേട്ടോ. ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്